Today we are discussing about entropy of a perfect gas. ഒരു പെർഫെക്റ്റ് ഗ്യാസ് അല്ലെങ്കിൽ ഒരു ഐഡിയൽ ഗ്യാസ് ഒരു പ്രോസസ്സ് നടക്കുമ്പോൾ ഒരു ഐഡിയൽ ഗ്യാസ് എന്തെങ്കിലും ഒരു പ്രോസസ്സിൽ ഏർപ്പെടുകയാണെങ്കിൽ അതിനുണ്ടാകുന്ന ചേഞ്ച് ഇൻ എൻട്രോപ്പി എന്താണെന്ന് കണ്ടുപിടിക്കാൻ പോകുന്നു. So we are going to find the change in entropy of a perfect gas. We have first law of thermodynamics, delta Q equal to du plus delta W. അതായത് heat energy given to a system will be utilized to increase its internal energy and to do some external work. That is delta Q equal to du plus delta W. That is equal to equation 1. But we know that we studied in the first chapter that the specific heated constant volume, that is equal to du by dt. Du by dt is change in internal energy with respect to temperature. So we know that the specific heated constant volume is equal to change in internal energy with respect to the temperature. Cv equal to du by dt. And from there I can write that the change in internal energy is equal to Cv into change in temperature. Or I can write that du equal to Cv into dt. That it is equation number 2. But we know that the work done in the സാധാരണ കേസിൽ ഗ്യാസിന്റെ കേസിൽ നമ്മൾ എടുക്കുന്നത് പ്രഷർ വോളിയം വർക്ക് മാത്രമാണ്. So delta W can be written as PdV. So that is equation number 3, and I am going to substitute that equation 2 and equation 3 in equation 1. So I can write the equation 1 or the first law of thermodynamics as delta Q is equal to Cv dt plus PdV എന്ന് എനിക്ക് എഴുതാം. So the delta Q can be written as Cv dt plus PdV. You know what is entropy? Entropy is equal to integral delta Q by T. But we know that delta Q is equal to Cv dt plus PdV. So I am substituting that equation 2 and equation 3 in that equation 5 for that value delta Q. So delta Q in equation 2 and 3 would substitute. So I can write that Cv S equal to or entropy equal to integral Cv dt plus PdV divided by capital T. That is equation 6. ഇവിടെ രണ്ട് ടൈമുണ്ട്. ആ രണ്ട് ടൈമിനെ ഞാൻ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുന്നു. ദ ചേഞ്ച് ഇൻ എൻട്രോപ്പി ദാറ്റ് ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ Cv dt by dt പ്ലസ് ഇന്റഗ്രൽ PdV by T. ഇറ്റ് ഈസ് ദ ചേഞ്ച് ഇൻ എൻട്രോപ്പി ഓഫ് എ പെർഫെക്റ്റ് ഗ്യാസ്. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇതിൽ Cv എന്ന് പറയുന്നത് നമുക്കറിയാം. Cv എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Cv എന്ന് വെച്ചാൽ സ്പെസിഫിക് ഹീറ്റഡ് കോൺസ്റ്റന്റ് വോളിയമാണ്. അതൊരു ഗ്യാസിനെ സംബന്ധിച്ചുള്ള ഒരു കോൺസ്റ്റന്റ് ആണ്. അത് പോട്ടെ. പക്ഷെ അവിടെ ടി എന്ന് പറയുന്ന വേരിയബിൾ ഉണ്ട്, പി എന്ന് പറയുന്ന വേരിയബിൾ ഉണ്ട്, ഡി വി എന്ന് പറയുന്ന ചേഞ്ച് ഇൻ വോളിയം ആ വേരിയബിൾ ഉണ്ട്. അപ്പോൾ ഈ 3 വേരിയബിൾ ഉള്ള ഒരു ഇക്വേഷൻ 2 ഇൻ്റഗ്രേഷനും ഉണ്ട്. അതിനേക്കാളും നല്ലത് നമുക്ക് എന്ത് ചെയ്യാം, 2 വേരിയബിൾ വെച്ചിട്ട് നമുക്ക് ഈ ഇക്വേഷനെ വേണമെങ്കിൽ റീറൈറ്റ് ചെയ്യാം. നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു ഒരു സിസ്റ്റത്തിൻ്റെ ഒരു ഗ്യാസ് സിസ്റ്റത്തിന് സാധാരണ കേസിൽ ഈ ഗ്യാസ് സിസ്റ്റത്തിൽ നമ്മളിപ്പോൾ 4 വേരിയബിൾ ഉപയോഗിച്ചിട്ടാണ് ഒരു ഗ്യാസ് സിസ്റ്റത്തിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ നമ്മൾ ശ്രമിക്കാറ്. ഒന്ന് ടെമ്പറേച്ചർ, ഒന്ന് പ്രഷർ, ഒന്ന് വോളിയം, ഒന്ന് എൻട്രോപ്പി. ഈ 3 വെച്ചിട്ടാണ്. പക്ഷെ നമ്മൾ കഴിഞ്ഞ അല്ലെങ്കിൽ ഫസ്റ്റ് ചാപ്റ്ററിൽ തന്നെ നമ്മൾ പറഞ്ഞിരുന്നു ഇതിലേതെങ്കിലും 2 വേരിയബിൾ അറിയാമെന്നുണ്ടെങ്കിൽ 3ാമത്തെ വേരിയബിൾ നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ ഈ ഇക്വേഷനിൽ ഈ പറഞ്ഞ 3 വേരിയബിൾ ഉള്ള ഇക്വേഷനെ നമുക്ക് 2 വേരിയബിൾ ഉള്ള ഇക്വേഷനാക്കി നമുക്ക് എഴുതാം. അതായത് ഒന്നെങ്കിൽ നമുക്ക് ടെമ്പറേച്ചറിൻ്റെയും പ്രഷറിൻ്റെയും ടൈമിൽ എഴുതാം, പിന്നെ നമുക്ക് ടെമ്പറേച്ചറിൻ്റെയും വോളിയത്തിൻ്റെയും ടൈമിൽ എഴുതാം, അല്ലെങ്കിൽ പ്രഷറിൻ്റെയും വോളിയത്തിൻ്റെയും ടൈമിൽ എഴുതാം. അങ്ങനെ 3 സെപ്പറേറ്റ് ടൈമായിട്ട് അല്ലെങ്കിൽ ഈ ഇക്വേഷനെ ആ 3 ഫോമിലേക്ക് നമ്മൾ മാറ്റാൻ പോവുകയാണ്. അതായത് ഇവിടെ ഒന്നേ ഉള്ളൂ, ദ ചേഞ്ച് ഇൻ എൻട്രോപ്പി ഓഫ് എ പെർഫെക്റ്റ് ഗ്യാസ് വി നോ ദാറ്റ് ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ Cv dt by T പ്ലസ് ഇന്റഗ്രൽ PdV by T. ബട്ട് ഇറ്റ് കൺസിസ്റ്റിംഗ് ഓഫ് 3 വേരിയബിൾസ് ആൻഡ് വി ആർ ട്രൈങ് ടു റൈറ്റ് ദിസ് ഇക്വേഷൻ എന്തിൽ 2 വേരിയബിളിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന ഇക്വേഷനായിട്ട് നമ്മൾ എഴുതാൻ ശ്രമിക്കുന്നു. 3 തരത്തിൽ, ഒന്ന് ടെമ്പറേച്ചറും വോളിയവും, ഒന്ന് വോളിയവും പ്രഷറും, ഒന്ന് പിന്നെ പ്രഷറും ടെമ്പറേച്ചറും. അപ്പോൾ ആദ്യം വി ക്യാൻ ട്രൈ ടു റൈറ്റ് ദ ഇക്വേഷൻ ഇൻ ടേംസ് ഓഫ് ടി ആൻഡ് വി. നമ്മൾ അവസാനം കഴിഞ്ഞ പ്രാവശ്യം എഴുതിയ ആ ചേഞ്ച് ഇൻ എൻട്രോപ്പിയുടെ ഇക്വേഷൻ ഞാൻ എഴുതുന്നു. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ Cv dt by T പ്ലസ് ഇന്റഗ്രൽ PdV by T. അപ്പോൾ ഇതിൽ നിന്ന് ടെമ്പറേച്ചറിനെയും വോളിയത്തിൻ്റെയും ടൈമിലാണ് നമുക്ക് എഴുതേണ്ടത്. അതായത് ഇന്ന് പ്രഷറിനെ നമുക്ക് അവിടെ നിന്ന് എടുത്ത് ഒഴിവാക്കണം. We can write. We have the ideal gas equation. നമ്മൾ ഇവിടെ പറഞ്ഞു ഇതൊരു പെർഫെക്റ്റ് ഗ്യാസിന്റെ കേസാണ് നമ്മൾ പഠിക്കുന്നത്. പെർഫെക്റ്റ് ഗ്യാസ് എന്ന് വെച്ചാൽ ഐഡിയൽ ഗ്യാസ്. We have the ideal gas equation that PV equal to RT, and from there I can write P by T equal to R by V, isn't it? അതായത് ടീനെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടിരുന്നു, വിനെ റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടിരുന്നു. So I can write P by T equal to R by V. That is equation number 2.
ഈ സെക്കൻഡ് ഇക്വേഷനെ ഞാൻ ഫസ്റ്റ് ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അതായത് ഫസ്റ്റ് ഇക്വേഷനിലെ സെക്കൻഡ് ഇന്റഗ്രൽ പി ബൈ ടി ഉണ്ട്. ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് പി ബൈ ടി ഐ ക്യാൻ റൈറ്റ് ആർ ബൈ വി. സോ ഐ ക്യാൻ റൈറ്റ് ദ ഇക്വേഷൻ ആസ് ഇന്റഗ്രൽ സി വി ഡി ടി ബൈ ടി പ്ലസ് ഇന്റഗ്രൽ ആർ ഡി ബി ബൈ വി. ഓക്കെ. സോ ഹിയർ സി വി ഇസ് എ കോൺസ്റ്റന്റ്. ഹിയർ സി ഇസ് ദ കോൺസ്റ്റന്റ് ഫോർ എ പർട്ടിക്കുലർ ഗ്യാസ്. ഓരോ ഗ്യാസിനും അത് കോൺസ്റ്റന്റ് ആയിരിക്കും. ഐ ക്യാൻ ടേക്ക് ദ സി വി ഫ്രം ദ ഫസ്റ്റ് ഇന്റഗ്രൽ. സോ എസ് ഈക്വൽ ടു സി വി ഇന്റഗ്രൽ ഡി ടി ബൈ ക്യാപിറ്റൽ ടി. And R is gas constant. I can take it outside, so that R equal to integral dV by V. That means the first integral depends only on temperature and second integral depends only on volume. 1 by t ne integrate cheyda, we know that will be log V. 1 by t ne integrate cheyda, that will be log t, and 1 by V ne integrate cheyda, that will be log V. So on integrating that, I can write S equal to CV log t plus R log V. ഇവിടെ നമ്മൾ നാച്ചുറൽ ലോഗരിതമാണ് നമ്മൾ എഴുതുന്നത്. 1 ബൈ വിനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് നമുക്ക് നാച്ചുറൽ ലോഗരിതം ഓഫ് വി ആയിരിക്കും കിട്ടുക. നാച്ചുറൽ ലോഗരിതത്തിൽ നമ്മൾ സാധാരണ എൽ എൻ എന്നാണ് നമ്മൾ സൂചിപ്പിക്കാറ്. അങ്ങനെ എഴുതാറുണ്ട്. ചിലപ്പോൾ ലോഗ് ഇ എന്ന് എഴുതാറുണ്ട്. എങ്ങനെ എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. സോ വി ക്യാൻ റൈറ്റ് സി വി ലോഗ് ടി പ്ലസ് ആർ ലോഗ് വി. ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഒരു കോൺസ്റ്റന്റ് ഓഫ് ഇൻ്റഗ്രേഷൻ ഉണ്ടാവും. സോ വി ആർ റൈറ്റിംഗ് പ്ലസ് കോൺസ്റ്റന്റ് ഓഫ് ഇൻ്റഗ്രേഷൻ. സോ എസ് എന്ന് പറയുന്നതിന് നമുക്ക് സി വി ലോഗ് ടി പ്ലസ് ആർ ലോഗ് വി പ്ലസ് സി എന്ന് എഴുതാം. അപ്പോൾ ആർ എന്ന് പറയുന്നത് that is gas constant, but one relation that is connecting from Cp, Cv and R, that is Cp equal to Cv plus R. So from there I can write that capital R equal to Cp minus Cv. So I am going to substitute that Cp minus Cv instead of that R. So I can write S equal to Cv log t plus Cp minus Cv log V plus constant of integration, that is plus C. So we know that we can write that entropy in terms of T and Vs, Cv log T plus Cp minus Cv log V plus C. Okay. So that is the entropy in terms of T and V. And we are trying to write the entropy of perfect gas in terms of T and P. T-ലെയും P-ൻ്റെയും ടൈമിൽ എഴുതാൻ ശ്രമിക്കുകയാണ്. വളരെ സിമ്പിളാണ്. ഇവിടെയും we know that we have the equation. ആദ്യം ഭാഗത്ത് നമ്മൾ ഡിറൈവ് ചെയ്തെടുത്ത ഇക്വേഷൻ ഞാൻ എഴുതുന്നു. എസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ സി വി ഡി ടി ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ ടി പ്ലസ് ഇൻ്റഗ്രൽ പി ഡി വി ഡിവൈഡഡ് ബൈ ടി. ആൻഡ് വി ഹാവ് ദ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ പി വി ഈക്വൽ ടു ആർ ടി. ഫ്രം ദർ ഐ ക്യാൻ റൈറ്റ് പി ടി ഈക്വൽ ടു ആർ ബൈ വി എന്ന് നമുക്ക് എഴുതാം. പക്ഷെ നമുക്ക് ഇവിടെ വേണ്ടത് എന്താ? ടെമ്പറേച്ചറിൻ്റെയും പ്രഷറിൻ്റെയും ടൈമിൽ എഴുതുകയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇവിടെ നിന്ന് ആരെയാണ് നമുക്ക് എടുത്ത് ഒഴിവാക്കേണ്ടത്? നമുക്ക് ഒഴിവാക്കേണ്ടത് വോളിയത്തിനെയാണ്, ഇസ്ന്റ് ഇറ്റ്? അപ്പോൾ ഇവിടെ ഫസ്റ്റ് ഇക്വേഷനിൽ ലാസ്റ്റ് ഇൻ്റഗ്രലിൽ പി എന്ന് പറയുന്ന ടൈമുണ്ട്, ഡി വി എന്ന് പറയുന്ന ടൈമുണ്ട്, ക്യാപിറ്റൽ ടി എന്ന് പറയുന്ന ടൈമുണ്ട്. ആൻഡ് വി നീഡ് ടു റിമൂവ് ഡി വി ഫ്രം ദർ. കാരണം എന്താണ്? നമുക്ക് എഴുതേണ്ടത് എൻട്രോപ്പി ഇൻ ടൈംസ് ഓഫ് ടി ആൻഡ് പി ആണ്. So what I am going to do is I am going to differentiate that ideal gas equation. അപ്പോൾ ഐഡിയൽ ഗ്യാസ് ഇക്വേഷനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഫസ്റ്റ് നമ്മൾ പി കോൺസ്റ്റന്റ് ആക്കി, ദെൻ ചേഞ്ച് ഇൻ വി, ദാറ്റ് ഈസ് പി ഡി വി, പ്ലസ് വി കോൺസ്റ്റന്റ് ആക്കി ആൻഡ് ചേഞ്ച് ഇൻ പി, ദാറ്റ് ഈസ് ഡി പി, ഈക്വൽ ടു ആർ ഇൻറ്റു ഡി ടി. ആർ എന്ന് പറയുന്ന അവിടെ കോൺസ്റ്റന്റ് ആണ്, അതുകൊണ്ടാണ് ഞാൻ ആർ എന്ന് എഴുതിയത്. ആർ ഒരു കോൺസ്റ്റന്റ് അല്ലായിരുന്നുണ്ടെങ്കിൽ ആർ ഡി ടി പ്ലസ് ടി ഡി ആർ എന്നാവുമായിരുന്നു. ബട്ട് ആർ ഇസ് എ കോൺസ്റ്റന്റ്, സോ ഐ ക്യാൻ റൈറ്റ് ദാറ്റ് ഇക്വേഷൻ ആസ് പി ഡി വി പ്ലസ് വി ഡി പി ഈസ് ഈക്വൽ ടു ആർ ടി. ആൻഡ് ഫ്രം ദർ ഐ ക്യാൻ റൈറ്റ് വാട്ട് ഇസ് ഡി വി. ഡി വിയെ കണ്ടുപിടിക്കാൻ വി ഡി പിയെ റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുപോകുക. അപ്പോൾ നമുക്ക് പി ഡി വി ഈക്വൽ ടു ആർ ഡി ടി മൈനസ് വി ഡി പി എന്ന് കിട്ടും. അല്ലെങ്കിൽ അവിടുന്ന് ഡി വി കണ്ടുപിടിക്കാൻ ആ പ്രഷറിനെ റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുപോകും. അപ്പോൾ ഡി വി ഈക്വൽ ടു ആർ ഡി ടി മൈനസ് വി ഡി പി ഡിവൈഡഡ് ബൈ പി എന്ന് കിട്ടും. ലെറ്റ് ഇറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 3. So what we are going to do is we are going to substitute that equation 3 for dv in equation 1. So I can write s equal to integral cv dt divided by t plus integral p by t r dt minus v dp divided by p. That is equation number 4. Let it is equation number 4. അപ്പോൾ ആ ഇൻ്റഗ്രലിനെ ഞാൻ സ്പ്ലിറ്റ് ചെയ്യുകയാണ്. അല്ലെങ്കിൽ സെക്കൻഡ് ഇൻ്റഗ്രലിലേക്ക് നമുക്ക് നോക്കാം. സെക്കൻഡ് ഇൻ്റഗ്രലിൽ ന്യൂമറേറ്ററിൽ പി ഉണ്ട്, ഡിനോമിനേറ്ററിൽ പി ഉണ്ട്. അത് രണ്ടും പരസ്പരം വെട്ടിപ്പോവും. സോ ദ എസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ സി വി ഡി ടി ഡിവൈഡഡ് ബൈ ടി. ഫസ്റ്റ് ഇൻ്റഗ്രൽ അങ്ങനെ തന്നെ എഴുതി. സെക്കൻഡിൽ ഇൻ്റഗ്രലിൽ ഫസ്റ്റ് ടൈമിനെ ആർ ഡി ടി ബൈ ടി എന്ന് എഴുതാം, കാരണം പിയും പിയും ക്യാൻസൽ ആവും. പിന്നെ അടുത്ത ടൈമിനെ മൈനസ് വി ഡി പി ഡിവൈഡഡ് ബൈ ടി എന്ന് എഴുതാം. ലെറ്റ് ഇറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 5. അപ്പോൾ അതിൽ നമ്മൾ വീണ്ടും പറയുന്നു, നമുക്കിവിടെ ആരെ കളയണം? വോളിയത്തിനെ കളയണം. കാരണം നമുക്ക് ഇവിടെ എന്താ ചെയ്യേണ്ടത്?
എൻട്രോപ്പിയെ ടെമ്പറേച്ചറിൻ്റെയും പ്രഷറിൻ്റെയും ടൈമിലാണ് എഴുതേണ്ടത്. അപ്പോൾ ആ ഫിഫ്ത്ത് ഇക്വേഷനിൽ ലാസ്റ്റ് ടൈമിൽ വി എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്, അല്ലെങ്കിൽ വി ബൈ ടി ഉണ്ട്. ആ വിയെ നമുക്ക് മാറ്റാം. ഇക്വേഷൻ ടി എന്താണെന്ന് നമുക്കറിയാം. എന്താണ് ഇക്വേഷൻ ടിയിൽ നിന്ന് നമുക്ക് പറയാം ദാറ്റ് ഈസ് പി ബൈ ടി ഈക്വൽ ടു ആർ ബൈ വി എന്ന് എഴുതാം, ഇസ്ന്റ് ഇറ്റ്? അല്ലെങ്കിൽ അതിൽ നിന്ന് തന്നെ നമുക്ക് വിനെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്കും പിനെ റൈറ്റ് ഹാൻഡ് സൈഡിലേക്കും കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് വി ബൈ ടി ഈക്വൽ ടു ആർ ബൈ പി എന്ന് എഴുതാം. അപ്പോൾ ആ ഇക്വേഷനെ വി ബൈ ടി ഈക്വൽ ടു ആർ ബൈ പി എന്ന് പറയുന്ന ഇക്വേഷൻ നമ്മൾ അതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സോ വി വിൽ ഗെറ്റ് ദാറ്റ് എസ് ഈക്വൽ ടു ഇന്റഗ്രൽ സി വി ഡി ടി ബൈ ടി പ്ലസ് ഇന്റഗ്രൽ ആർ ഡി ടി ബൈ ടി മൈനസ് ഇന്റഗ്രൽ ആർ ഡി പി ഡിവൈഡഡ് ബൈ പി. So from there we know that CV is a constant, we can take it outside, then the integral of 1 by t, that is equal to log t, plus r is a constant, we can take it outside, then integral of 1 by t, again that is equal to log t, minus r equal to a constant, that we can take it outside, integral dp by p, that is equal to log p. So we can write that as CV ln t plus r ln t minus r ln p plus c. Okay. So here also what we are going to do is trying to remove that r there. R we know, r equal to Cp minus Cv. So if we are substituting r as Cp minus Cv, the equation 7 can be written as S equal to Cv log t plus Cp minus Cv log t minus Cp minus Cv log p plus c. Isn't it? അപ്പോൾ അതിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ സി വി ലോഗ് ടി എന്ന് പറയുന്ന ടൈം ആദ്യമുണ്ട്, പിന്നെ സി പി മൈനസ് സി വി ലോഗ് ടി എന്ന് പറഞ്ഞാൽ അതിനെ എക്സ്പാൻഡ് ചെയ്താൽ സി പി ലോഗ് ടി മൈനസ് സി വി ലോഗ് ടി ആയിരിക്കും. അതായത് സി വി ലോഗ് ടി മൈനസ് സി വി ലോഗ് ടി അവ പരസ്പരം ക്യാൻസൽ ആയിക്കോളും. സോ ദ റിമൈനിങ് വിൽ ബി വി ക്യാൻ റൈറ്റ് ദാറ്റ് ഈസ് ഈക്വൽ ടു സി പി ലോഗ് ടി പ്ലസ് മൈനസ് സി പി മൈനസ് സി വി ലോഗ് പി പ്ലസ് സി. ഒന്നും കൂടി പറയുന്നു, ഞാൻ അവസാനം എഴുതിയതിൽ ഒരു പ്ലസ് മൈനസ് സൈൻ ആണ് വേണ്ടത്, അത് പ്ലസ് സൈൻ ആയിപ്പോയി. ദ ആൻസർ ഈസ് ചേഞ്ച് ഇൻ എൻട്രോപ്പി എസ് ഈക്വൽ ടു സി പി ലോഗ് ടി മൈനസ് സി പി മൈനസ് സി വി ലോഗ് പി പ്ലസ് കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ. സോ ദാറ്റ് ഈസ് ദ എൻട്രോപ്പി ഇൻ ടൈംസ് ഓഫ് ടി ആൻഡ് പി. Next is the entropy in terms of P and V. Again we are writing that equation is equal to integral CV dt by t plus integral P dV by t. അപ്പോൾ ഇവിടെ നമുക്ക് എന്താ പ്രഷറിൻ്റെയും വോളിയത്തിൻ്റെയും ടൈമിലാണ് വേണ്ടത്. അപ്പോൾ അവിടുത്തെ ടെമ്പറേച്ചറിനെ നമുക്ക് എടുത്ത് ഒഴിവാക്കണം. അപ്പോൾ ടെമ്പറേച്ചറിനെ ഒഴിവാക്കാൻ വി നോ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ പി വി ഈക്വൽ ടു ആർ ടി. ഫ്രം ദർ വി ക്യാൻ റൈറ്റ് പി ബൈ ടി ഈക്വൽ ടു ആർ ബൈ വി. And differentiating this equation we will get P dV plus V dP equal to RT, and from there I can write dt equal to P dV plus V dP divided by R, and we are substituting that value there. So instead of that dt I can write P dV plus V dP by R. So the first integral will become CV by T into P dV plus V dP divided by R. Second equation പി ബൈ ടി എന്നുള്ളതിനെ ഞാൻ ആർ ബൈ വി എന്ന് എഴുതുന്നു. സോ വി ക്യാൻ റൈറ്റ് ഇന്റഗ്രൽ ആർ ഡി വി ബൈ വി. ലെറ്റ് ഇറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 4. അതിലെ ഫസ്റ്റ് ഇന്റഗ്രലിനെ ഞാൻ സ്പ്ലിറ്റ് ചെയ്യുന്നു. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു സി വി പി ഡി വി ഡിവൈഡഡ് ബൈ ടി ആർ പ്ലസ് സി വി വി ഡി പി ഡിവൈഡ് ബൈ ടി ആർ പ്ലസ് ആർ ഡി വി ബൈ വി. ലെറ്റ് ഇറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 5. അപ്പോൾ നമുക്ക് ഉള്ള ഇക്വേഷൻ പി വി ഈക്വൽ ടു ആർ ടി എന്ന് പറയുന്ന ഐഡിയൽ ഗ്യാസ് ഇക്വേഷനിൽ നിന്ന് നമുക്ക് എന്ത് പറയാം? പി ബൈ ടി ആർ എന്ന് പറയുന്നത് 1 ബൈ വി ആയിരിക്കും എന്ന് പറയാം. അതുപോലെ തന്നെ അതിൽ നമുക്ക് പറയാം വി ബൈ ടി ആർ എന്ന് പറയുന്നത് 1 ബൈ വി പി ആയിരിക്കുമെന്ന്. സോ വി ക്യാൻ റൈറ്റ് ദ ഇക്വേഷൻ ആസ് പി ബൈ ടി ആർ എന്ന് പറയുന്ന ഫസ്റ്റ് ഇന്റഗ്രലുള്ള ടൈം 1 ബൈ വി ആയി മാറുന്നു. സോ ദ റിമൈനിങ് വിൽ ബി ഇന്റഗ്രൽ സി വി ഡി വി ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ വി ആണ്. അതുപോലെ സെക്കൻഡ് ഇന്റഗ്രലുള്ള വി ബൈ ടി ആർ എന്നുള്ളതിനെ 1 ബൈ പി എന്ന് നമുക്ക് എഴുതാം. സോ ദാറ്റ് വിൽ ബി ഇന്റഗ്രൽ സി വി ഡി പി ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ പി എന്ന് എഴുതാം. ആൻഡ് ദ ലാസ്റ്റ് ടൈം ദാറ്റ് ഈസ് ഈക്വൽ ടു R integral R dV divided by V. So on integrating that one, CV is a constant, we can take it outside. So integral dV by V, that is equal to log V, plus CV, that is a constant, integral dP by P, that is equal to log P, plus R, that is a constant, we can take it outside, integral dV by V, that is equal to log V, plus C, that is the equation here. അപ്പോൾ അതിൽ നമുക്ക് പറയാൻ പറ്റുന്നൊരു കാര്യം, സി വി ലോഗ് വി ഉണ്ട്, ആർ ലോഗ് വി ഉണ്ട്. അപ്പോൾ ഇതിനെ ലോഗ് വി എന്നുള്ളതിനെ നമ്മൾ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ സി വി പ്ലസ് ആർ ലോഗ് വി നമുക്ക് കിട്ടും. സി വി പ്ലസ് ആർ എന്ന് പറയുന്നത് നമുക്ക് സി പി ആണെന്ന് പറയാം. സോ വി ക്യാൻ റീറൈറ്റ് ദാറ്റ് ആസ് സി പി ലോഗ് വി പ്ലസ് സി വി ലോഗ് പി പ്ലസ് കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ. ദാറ്റ് ഈസ് ദ ചേഞ്ച് ഇൻ എൻട്രോപ്പി ഇൻ ടൈംസ് ഓഫ് പി ആൻഡ് വി.
അപ്പോൾ നമ്മൾ പഠിച്ചത് ഇത്രയാണ്, ചേഞ്ച് ഇൻ എൻട്രോപ്പി ഇൻ ടൈംസ് ഓഫ് ടി ആൻഡ് വി പഠിച്ചു, ടി ആൻഡ് പി പഠിച്ചു, അതുപോലെ തന്നെ പി ആൻഡ് വി പഠിച്ചു. ഓക്കെ, താങ്ക്സ് ഫോർ ലിസണിങ്. വി ക്യാൻ സീ ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ബൈ.